നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സെപ്റ്റംബർ മാസത്തിലെ അർജൻറ്റീനയുടെ 2 മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കഴിഞ്ഞ ദിവസം കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നായകൻ ലിയോ മെസ്സി ഇല്ല. പരിക്കേറ്റ താരം പുറത്താണ്. ഇനിയും കുറച്ച് അധികം നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. സോ അദ്ദേഹം ഈ സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾ കളിക്കാനില്ല. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അവരുടെ നായകൻ്റെ ആംബാൻഡ് അണിഞ്ഞുകൊണ്ടിരുന്ന ആംഹേൽ ഡി മരിയ ആണെങ്കിൽ വിരമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന ചോദ്യം ഉയരുകയാണ്. അർജൻറ്റീനയുടെ അടുത്ത 2 മത്സരങ്ങൾ സെപ്റ്റംബർ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ചിലിക്കെതിരെ ഹോം മത്സരമാണ്. 2ാം മത്സരം സെപ്റ്റംബർ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്ക് കൊളംബിയക്കെതിരെ എവേ മത്സരമാണ്. ഈ 2 മത്സരങ്ങളിൽ അർജൻറ്റീനയുടെ നായകൻ ആരായിരിക്കും? ഇതിനെക്കുറിച്ച് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇപ്പോൾ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിലവർ പറയുന്നത് മെസ്സി ഇല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ആംഹേൽ ഡി മരിയയാണ് സമീപകാലത്ത് ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഫീൽഡിലില്ലാത്ത ഘട്ടത്തിൽ, മെസ്സിയുമില്ലാത്ത ഘട്ടത്തിൽ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞിട്ടുള്ളത് റോദ്രിഗോ ഡി പോളാണ്. കോസ്റ്റാറിക്കയ്ക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ റോഡ്രിഗോ ഡി പോൾ നായകൻ്റെ ആംബാൻഡ് അണിഞ്ഞിരുന്നു. സോ അദ്ദേഹത്തിനാണ് ഒരു പക്ഷേ ഇത്തവണ അർജൻറ്റീനയുടെ ക്യാപ്റ്റനാവാൻ കൂടുതൽ സാധ്യത എന്ന് TYC സ്പോർട്സ് പറയുന്നു. എന്നാൽ ഉറപ്പിച്ചങ്ങ് പറയാനും പറ്റില്ല, മറ്റ് താരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻസി കണ്ടൻറ്റേഴ്സ് എന്ന രൂപത്തിൽ TYC സ്പോർട്സ് കാണുന്ന മറ്റൊരു താരം ദിബു മാർട്ടീനസാണ്. എമി മാർട്ടീനസ് നമുക്കറിയാം, വളരെ മികച്ച രൂപത്തിൽ അർജൻറ്റീനയുടെ ഗോൾ വല കാത്ത് അവരുടെ ടീമിലെ സുപ്രധാന താരമായി മാറിയിട്ടുണ്ട്. സോ വേണമെങ്കിൽ അദ്ദേഹത്തെയും ക്യാപ്റ്റനാക്കാവുന്നതാണ് എന്നതാണ് ഇങ്ങനെ ഒരു സാധ്യത TYC സ്പോർട്സ് മുന്നോട്ട് വെക്കാനുള്ള കാരണം. എങ്കിൽ പോലും കൂടുതലായിട്ട് സാധ്യത ഡി പോളിന് തന്നെയാണ് എന്ന് പറയുന്നു. റെഫറിയോട് കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുമൊക്കെ കൂടുതൽ അവസരം ലഭിക്കുക ഫീൽഡ് പ്ലെയർക്കായിരിക്കും. അതുകൊണ്ട് റോദ്രിഗോ ഡി പോൾ തന്നെ ക്യാപ്റ്റനായേക്കും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതേസമയം മറ്റ് ചില സാധ്യതകൾ കൂടി അവർ പറയുന്നുണ്ട്. ഒന്ന് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. അദ്ദേഹം നേരത്തെ ടീമിനെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കോച്ചിൻ്റെ പുതിയ സൈക്കിൾ ആരംഭിച്ച ഘട്ടത്തിൽ 2018 കൊളംബിയക്കെതിരെയും ഗോട്ടിമാലയ്ക്കെതിരെയും അർജൻറ്റീന കളിച്ച ഘട്ടത്തിൽ അദ്ദേഹം നായകനായിട്ട് വന്നിട്ടുണ്ട് 2018 സമയത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഒരു സാധ്യത നിക്കോളാസ് ഓട്ടാമെൻഡിക്കാണ്. പക്ഷേ നിക്കോളാസ് ഓട്ടാമെൻഡി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ബെഞ്ചിലിരിക്കാനാണ് സാധ്യത ഇത്തവണ എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പം ഏറ്റവും അധികം സാധ്യത ക്യാപ്റ്റനാവാൻ എന്തായാലും എടുത്തു പറയുന്നത് റോദ്രിഗോ ഡി പോളിനാണ്. 69 മത്സരങ്ങൾ അദ്ദേഹം ഓൾറെഡി അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം നായകനായേക്കും. പിന്നെ ദിബു മാർട്ടീനസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 45 മത്സരങ്ങളാണ് അദ്ദേഹം അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ക്യാപ്റ്റനായിട്ടല്ല അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പിന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹം 4 മത്സരങ്ങളിൽ അർജൻറ്റീനയെ 2018 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ നയിച്ചിട്ടുണ്ട്. 63 മത്സരങ്ങളാണ് അർജൻറ്റീനയ്ക്കായിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സാധ്യത പറയുന്നത് ജർമ്മൻ പെസലിലെ ആണ്. ജർമ്മൻ പെസലിലെ 3 തവണ 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ടീമിനെ നയിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാപ്റ്റനാവാനുള്ള സാധ്യത കുറവാണ്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും അദ്ദേഹം അധികം വരിക. 41 മത്സരങ്ങൾ അദ്ദേഹം അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ നിക്കോളാസ് ഓട്ടാമെൻഡി അർജൻറ്റീൻ ദേശീയ ടീമിനെ 4 തവണ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പരാഗ്വയ്ക്കെതിരെ നായകൻ്റെ ആംബാൻഡ് അണിഞ്ഞിട്ടുണ്ട്. 117 മത്സരങ്ങൾ അർജൻറ്റീനയ്ക്കായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ താരവുമാണ്. എന്നാലും ഏറ്റവും അധികം സാധ്യത ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് മെസ്സി ഇല്ലാത്ത ഘട്ടത്തിൽ ചിലരെങ്കിലും തമാശയ്ക്ക് പറയാറുണ്ട് മെസ്സിയുടെ ബോഡി ഗാർഡാണ് റോദ്രിഗോ ഡി പോൾ അർജൻറ്റീൻ ദേശീയ ടീമിൽ. അപ്പോൾ മെസ്സിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള ഡി പോൾ തന്നെ അർജൻറ്റീനയെ നയിക്കുമെന്നാണ് സൂചനകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.